ആരാധനാലയ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ താൽപ്പര്യങ്ങൾ ഭരണകൂട താൽപ്പര്യങ്ങളെ മറികടന്ന് സുപ്രീം കോടതി ഇടപെടണം എന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, ഈ നിയമം അട്ടിമറിക്കുക, നിലവിലുള്ള ആരാധനാലയ നിയമം അട്ടിമറിക്കുക എന്ന ഭരണകൂട താൽപ്പര്യത്തിനെതിരെ കോടതി വിധി പ്രഖ്യാപിക്കണം എന്ന നിർണായകമായ ആവശ്യമാണ് ഇപ്പോൾ CPIM മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം സംഭൽ അടക്കമുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഗ്യാൻവാബി അടക്കമുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ബാബറി മസ്ജിദ് കാലത്ത് പുനഃസ്ഥാപിക്കാനും രാജ്യത്തെ വിഭജിക്കാനുമുള്ള ഭരണകൂട നീക്കം അല്ലെങ്കിൽ ഭരണകൂട ഒത്താശയുള്ള ചില സംഘടനകളുടെ നീക്കങ്ങൾക്കെതിരായി കോടതി തന്നെ വിധി പുറപ്പെടുവിക്കണം എന്നതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് PB പറയുന്നത്? അജിംഷാദ്, കഴിഞ്ഞ 2 ദിവസമായി പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ചേർന്ന ശേഷമുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി കീഴ്ക്കോടതി വിധികൾ വരുന്നു. അതായത് ഈ 1991 ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമമായിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലാകമാനം സംഘപരിവാർ സംഘടനകൾ വിവിധ മുസ്ലിം പള്ളികൾ ഇന്ന് പണ്ടത്തെ പുരാതന ക്ഷേത്രങ്ങളായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതികളിൽ നിരവധി വ്യവഹാരങ്ങൾക്ക് ഫയൽ ചെയ്യുകയും പിന്നീട് അത് വാരണാസിയിലും മധുരയിലും ഒക്കെ പിന്നീട് സമ്പാദന നിലയും ഒരു സർവേ നടത്താൻ വേണ്ടി കീഴ്ക്കോടതി ഉത്തരവുകയും ഇതിന്റെ മറവിൽ ഈ BJP സർക്കാരുകൾ വലിയ രീതിയിൽ സംഘർഷം അയച്ചു എന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരാധനാലയ നിയമം അനുസരിച്ച് അവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടൽ വേണമെന്നുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. കീഴ്ക്കോടതി ഇത്തരത്തിൽ വിധി പറയുന്നത് ശരിയല്ല. അതിൽ കീഴ്ക്കോടതിയുടെ വിധി അടക്കമുള്ള കാര്യങ്ങളിലും ഭരണകൂടത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായി സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ നിയമലംഘനങ്ങൾക്ക് കൃത്യമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകണം. അതിനുള്ള ബാധ്യത സുപ്രീം കോടതിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ CPIM PB ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനസഹായം ഉടൻ അനുവദിക്കുമെന്നും CPIM PB ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവിടുത്തെ ഇടക്കാല സർക്കാർ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം കൂടി PB ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് CPIM PB വീണ്ടും ആവർത്തിക്കുകയാണ് വിഷയത്തിൽ. പക്ഷേ ഈ ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദു വിഭാഗമാണ് മതന്യൂനപക്ഷമെങ്കിൽ അതിനെ ആ ഒരു വിഷയം ഇവിടെ ഇന്ത്യയിൽ അത് പ്രകോപനപരമായ ഒരു പ്രചാരണത്തിലൂടെ വികാരമുണർത്തിക്കൊണ്ട് ആളി കത്തിക്കാൻ വേണ്ടി BJPയും RSSും അതിതീവ്ര ഹിന്ദുത്വ സംഘടനകൾ ശ്രമിക്കുന്നു. അതും ആപത്താണെന്ന് CPIM ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സമീപനങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളെ സഹായിക്കില്ലെന്നുമാണ് CPIM PB വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും അതുപോലെ തന്നെ വയനാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ കേന്ദ്ര ധനസഹായം അനുവദിക്കണമെന്നും PB ആവശ്യപ്പെടുന്നു. 4 മാസം കഴിഞ്ഞിട്ടും അർഹമായ സഹായം നൽകാത്തത് മനുഷ്യത്വരഹിതവും അന്യായവുമാണ്. മാത്രമല്ല അത് ഫെഡറൽ തത്വങ്ങളുടെ ഒരു തുറങ്കം വയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPIM PB ഇത്തരത്തിൽ കേരളത്തിന് അർഹമായ ധനസഹായം ഉടൻ അനുവദിക്കുന്നത്. സിബി ജോസഫാണ് സമഗ്രമായ വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.